കൊച്ചി തീരത്തിനടുത്ത് അപകടത്തിൽപ്പെട്ട വിദേശ ചരക്ക് കപ്പൽ കൂടുതൽ മുങ്ങുന്നു. കപ്പൽ മുങ്ങുന്നു എന്ന് തന്നെയാണ് അവിടെയുള്ള കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടും നേവിയുമായി ബന്ധപ്പെട്ടുമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് കപ്പൽ മുങ്ങുകയാണ്. ഏതാണ്ട് 7:30 വരെ കപ്പൽ ഏതാണ്ട് സേഫ് ആണ് എന്ന രീതിയിലായിരുന്നു അപ്ഡേഷൻസ് വന്നിരുന്നത്. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. അതിനുശേഷമാണ് കടൽ പ്രക്ഷുബ്ധമാവുകയും അതിനുശേഷം കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീഴുകയും ചെയ്തത്. കടലിലേക്ക് വീഴുകയും കപ്പൽ കൂടുതൽ ചെരിയുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യ അറിയിപ്പ്. കപ്പൽ മുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നേവിയിൽ നിന്ന് വരുന്ന വിവരം. ഏറ്റവും ഒടുവിലായി അവരുടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നന്നായി ചെരിഞ്ഞു, കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫ്ലഡിംഗ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കപ്പലിന് ശേഷിച്ചിരുന്ന 3 പേർ, അത് ക്യാപ്റ്റൻ, 2 എഞ്ചിനീയർമാർ, ഈ 3 പേരെയും ഇപ്പോൾ നാവികസേന കപ്പലിൽ നിന്ന് പുറത്തെത്തിച്ച് അവരെ INS ഇന്ത്യൻ നാവിക കപ്പലായ സുജാതയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനർത്ഥം നിലവിൽ കപ്പലിൽ ജീവനക്കാരാരുമില്ല. കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിലവിൽ ജീവനക്കാരാരുമില്ല. ആ 24 പേരെയും സുരക്ഷിതരായി മറ്റൊരു കപ്പലിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. കപ്പൽ പൂർണ്ണമായും തന്നെ ഇപ്പോൾ ആളൊഴിഞ്ഞ നിലയിലാണ്. കപ്പലുണ്ടായിരുന്ന കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് അതിനുള്ളിലേക്ക് വെള്ളം കയറുന്നു. അതിസങ്കീർണമായ സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.